വിശ്വസ്തനായി. ഹല്ലേലൂയ. ഇത്രത്തോളം നമ്മളെ പരിപാലിച്ച നടത്തിയ നമ്മുടെ കർത്താവിന് കരങ്ങളിൽ നല്ലൊരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് ലേഖനം എഴുതിയപ്പോൾ തീമോഥെയോസിനോട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ, അവൻ വിശ്വസ്തൻ. ഹല്ലേലൂയ. അവൻ എനിക്ക് വിശ്വസ്തനായിരുന്നു, നിനക്കും വിശ്വസ്തനായിരിക്കും എന്നാണ് ഹല്ലേലൂയ പൗലോസ് തീമോഥെയോസിന്. നമുക്കെല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ വിശ്വസ്തനായി നമ്മളെ നടത്തിയ നമ്മുടെ കർത്താവിന് ഈ വർഷത്തിന്റെ അവസാനം ഒത്തിരി നന്ദി പറയാനുണ്ട്. ഹല്ലേലൂയ. ഒരു 200 പേജിന്റെ ബുക്ക് വാങ്ങിച്ചിട്ട് അതിനകത്ത് മുഴുവന് എഴുതിയാലും എന്തുവാണ്, കർത്താവ് ചെയ്തായ നന്മകളെയും ഉപകാരങ്ങളെയും അവന്റെ കൃപയെയും എഴുതി തീർക്കുവാനായിട്ട് നമുക്ക് ആർക്കും സാധിക്കയില്ല. അവന്റെ കൃപകളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവിനെ ഒന്നുകൂടെ നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ രക്ഷിച്ച അവന്റെ കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മളെ നീതീകരിച്ച അവന്റെ കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇന്ന് പൽക്കാലത്ത് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഉത്തമഗീതം 2-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിക്കാം. ഉത്തമഗീതം 2-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. നമ്മൾ ഉത്തമഗീതം എന്ന് പറയുന്ന പുസ്തകത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ കുടുംബ പ്രാർത്ഥനകളൊന്നും നമ്മൾ അധികം വായിക്കാറില്ല. അതുപോലെ അധികം ഒന്നും ഞാൻ പ്രസംഗിച്ച് കേട്ടിട്ടുള്ളതായ ഒരു പുസ്തകമല്ല ഉത്തമഗീതം എന്ന് പറയുന്നത്. എന്നാൽ ചിലപ്പോഴൊക്കെ കേട്ടിട്ടുണ്ട്, ചില വാക്യങ്ങളൊക്കെ കോട്ട് ചെയ്ത് പലരും സംസാരിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് പോലക്കാലം കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ കർത്താവ് ഒരു പ്രത്യേക പേരിടാന്നു അതിൽ നിന്ന് സംസാരിക്കുവാനായിട്ട്. ഉത്തമഗീതത്തിൽ നിന്ന് ഇന്ന് പോലക്കാലം സംസാരിക്കുമ്പോൾ കർത്താവ് എന്നോട് സംസാരിക്കണമേ എന്നുള്ളതായി ചിന്തയിൽ നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാനുണ്ട്. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ ഹല്ലേലൂയ മാതാവിനോടോ പിതാവിനോടോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളോ നമ്മളോട് സംസാരിക്കുന്ന പോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്ന സർവശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഈ ആണ്ടിന്റെ അവസാനം എന്തുവാണ്, ദൈവത്തിന് നമ്മളോട് ചിലതൊക്കെ സംസാരിക്കുവാനുണ്ട്. ഹല്ലേലൂയ. എന്ന് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും സംസാരിക്കുന്നു. എന്നാൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം, ഒന്ന് പോസ് ചെയ്യണം കർത്താവ് പറയുന്നത് ഒന്ന് കേൾക്കുവാനായിട്ട്. ഈ ബിസി ലൈഫിൽ പലപ്പോഴും കർത്താവ് പറയുന്നത് കേൾക്കുവാൻ നമ്മൾ ഒന്ന് പോസ് ചെയ്യാറില്ല, ഒന്ന് കാത്തിരിക്കാറില്ല. എന്നാൽ അടുത്ത 1-2 ദിവസം കഴിയുമ്പോൾ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുവാൻ പോവുകയാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ ഒരു ഇൻവെന്ററിയൊക്കെ നമ്മൾ എടുക്കണം. ഇൻവെന്ററി എന്ന് ഞാൻ പറയുമ്പോൾ ഇവിടുത്തെ കടകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 2024 ഇൻവെന്ററിയൊക്കെ അവർ എടുക്കും. കാര്യമേ കുറച്ചൊക്കെ ഡിസ്കൗണ്ടിന് എന്തുവാണ് സാധനങ്ങൾ ഈ 2024 അവർ ഉള്ള സാധനങ്ങളൊക്കെ അവർ വിൽക്കും. എന്നിട്ട് പുതിയ ഇൻവെന്ററി 2025 വരുമ്പോൾ അത് പുതിയ ഷെൽഫിലൊക്കെ വെക്കുന്നത് നമുക്ക് കാണാം, പുതിയ പ്രൈസ് ഒക്കെ ഇട്ട്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ കഴിഞ്ഞ 2024 കർത്താവ് ഒത്തിരി നന്മകൾ ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് വീഴ്ചകളുണ്ടായിരുന്നു, കുറവുകളുണ്ടായിരുന്നു, പരാജയങ്ങളുണ്ടായിരുന്നു, നല്ല കാര്യങ്ങൾ സംഭവിച്ചു. ഹല്ലേലൂയ. ദോഷമായ കാര്യങ്ങൾ സംഭവിച്ചു. നമ്മൾ ഉദ്ദേശിച്ച പോലെ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നില്ല. എന്നാൽ ഒത്തിരി കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു. എന്നാൽ ഒരു ഇൻവെന്ററി നമ്മൾ എടുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ദിവസങ്ങൾ ഹല്ലേലൂയ പരസ്യമായിട്ടൊന്നും നമ്മൾ പറഞ്ഞില്ലെങ്കിൽ തന്നെയും വ്യക്തിപരമായി ഈ അടുത്ത 1-2 ദിവസങ്ങൾ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലെ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ, വർക്ക് സ്ഥലത്തായിരിക്കുമ്പോൾ, വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഒരു ഇൻവെന്ററി ഒന്ന് എടുക്കുന്ന നല്ലതായിരിക്കും. എന്നിട്ട് എന്തുവാണ്, ഹല്ലേലൂയ, ആരും കണ്ടില്ലെങ്കിലും കരം കൊടുത്ത് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. അങ്ങനെ ഈ അടുത്ത 2-3 ദിവസങ്ങൾ നമുക്കായിരിക്കാം അങ്ങനെ ഒരു ഇൻവെന്ററി എടുത്ത് ഞാൻ കറക്റ്റ് ചെയ്യേണ്ട സ്ഥാനങ്ങളിൽ കർത്താവ് ഞാൻ കറക്റ്റ് ചെയ്യും. കർത്താവ് അതുപോലെ നന്ദി പറയേണ്ട സ്ഥാനങ്ങളിൽ നമ്മുടെ കർത്താവിനോട് നന്ദി പറയാം. അങ്ങനെ ഉള്ളതായ ഒരു നല്ല ആറ്റിറ്റ്യൂഡോടുകൂടി ഹല്ലേലൂയ നമ്മൾ ഈ 2025 ഒന്ന് കാൽപാദങ്ങളെ എടുത്തു വെക്കുന്നുവെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ക്രിസ്തീയ ജീവിതം ചെയ്യുവാനായിട്ട് എനിക്ക് നിനക്കും സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്ന് വൽക്കാലം അതിനുവേണ്ടി നമുക്കൊന്ന് തയ്യാറാകാം, അതിനുവേണ്ടി ഈ ദിവസങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യാം. ഹല്ലേലൂയ. ഒരു സാക്ഷി പറഞ്ഞ് ഈ 31-ാം തീയതി അങ്ങ് അവസാനിക്കാതെ, ഹല്ലേലൂയ, അവസാനിപ്പിക്കാതെ നമുക്ക് ചിലതൊക്കെ നമ്മുടെ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ഹല്ലേലൂയ. ഗ്രേറ്റ് മിഷണറിയായ വില്യം കേരി പറഞ്ഞു, ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുക, ദൈവത്തിൽ നിന്ന് വൻകാര്യങ്ങളെ പ്രതീക്ഷിക്കുക. നമുക്ക് ഈ വർഷം എന്തുവാണ് ഹല്ലേലൂയ തീരുന്നു, എന്നാൽ അടുത്തൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് സിൻസിയറായിട്ടൊന്ന് ആഗ്രഹിക്കാം, എൻ്റെ ദൈവത്തിങ്കിൽ നിന്ന് ഞാൻ വൻ കാര്യങ്ങളെ പ്രതീക്ഷിക്കുന്നു. കാര്യം നമ്മുടെ ദൈവം വൻ കാര്യങ്ങളെ ചെയ്യുന്ന കർത്താവായതുകൊണ്ട് വൻ കാര്യങ്ങളെ എനിക്ക് നിനക്കും പ്രതീക്ഷിക്കാം. അപ്പോൾ തന്നെ നമുക്കൊരു തീരുമാനം ഉണ്ടായിരിക്കണം, എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ചിലതൊക്കെ ചെയ്യും, എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും, എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ വൻ കാര്യങ്ങളെ ചെയ്യുമെന്നുള്ളതായ ഒരു തീരുമാനത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുവാണ് ഹല്ലേലൂയ അങ്ങനെയുള്ളതായ ഒരു തീരുമാനത്തോടെ ഞാനും നീയും 2025 കാലുകൾ വെക്കുമ്പോൾ എന്തുവാണ് അതിൻ്റെ ആദ്യ ദിവസം മുതൽ വൻ
വൻ കാര്യങ്ങളെ ചെയ്യുന്ന കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് വരെ ഞാനും നീയും കണ്ടിട്ടില്ലാത്തതായ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും അനുഗ്രഹങ്ങളും നന്മകളും അവന്റെ കൃപകളും നമ്മൾ അനുഭവിക്കുവാൻ പോകുകയാണ്. അതിന് ഞാനിന്ന് തയ്യാറാണോ? തയ്യാറാകുന്നതായ ദൈവമക്കൾ കരകുലത്ത് കർത്താവിന് നല്ലൊരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നമ്മൾ ഉത്തമഗീതം 2-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിക്കാം. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവിൻ. ഇവിടെ പറയാണ്, ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ച് തരുവീൻ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ മുന്തിരിത്തോട്ടത്തെ സഭയോട് പല ഭാഗങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. അത്തി എന്ന വൃക്ഷത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് യഹൂദന്റെ ഹല്ലേലൂയ രാഷ്ട്രീയ നിലവാരത്തെ എന്നും കാണിക്കുന്നതായ ഒരു വൃക്ഷമാണ് അത്തി വൃക്ഷം എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ മുന്തിരിവള്ളിയെ കുറിച്ച് പഠിക്കുമ്പോൾ യഹൂദനെ കുറിച്ച് യഹൂദന്റെ പാരമ്പര്യം അല്ലെങ്കിൽ അവരുടെ മര്യാദകൾ അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മുന്തിരി എന്ന് പറയുന്നത് ഒരു യഹൂദന്റെ ആത്മീയ ജീവിത നിലവാരങ്ങളെ കാണിക്കുന്നതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മളെ വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ ഇസ്രായേലിനെ മുന്തിരിവള്ളിയോട് ഉപമിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ പഠിക്കുവാൻ സാധിക്കുന്നുണ്ട്. അതിനുദാഹരണമായിട്ട് 80-ാം സങ്കീർത്തനം അതിന്റെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നീ മിസ്രൈമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. അപ്പോൾ ഇസ്രായേൽ മക്കളെ മുന്തിരിവള്ളിയോട് ഉപമിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. മുന്തിരി ഒത്തിരി ഇനങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം മുന്തിരിയെ കുറിച്ച് പഠിച്ചപ്പോൾ വായിച്ചപ്പോൾ ഏതാണ്ട് 1300-ലധികം വെറൈറ്റീസ് ഓഫ് മുന്തിരി ഈ ലോകത്ത് ഉണ്ട്. പല രാജ്യങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യും, പഠിക്കുകയും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആരെങ്കിലും കോൾ ചെയ്താൽ മതി, ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻ നിങ്ങൾക്കും ലഭിക്കുന്നതായിരിക്കും. ചുമ്മാതെ ഒരു ഊഹാഭോഗം അങ്ങ് വിളിച്ചു പറയല്ല. 1300-ലധികം വെറൈറ്റീസ് ഓഫ് മുന്തിരി ഉണ്ട് ഈ ലോകത്ത്. നമ്മൾ ചിലപ്പോൾ 1-2 ഒക്കെ നമ്മൾ കഴിച്ചു കാണും, അല്ലെ 2-3 തരം നമ്മൾ കഴിച്ചു കാണും. ചിലരുടെയൊക്കെ നോട്ടം കണ്ടിട്ട് എല്ലാം കഴിച്ച പോലെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം ഒത്തിരി വെറൈറ്റി നമ്മൾ മുന്തിരിയെ കുറിച്ച് പഠിക്കുമ്പോഴതാണ് മുന്തിരി നമുക്കൊരു ഉന്മേഷം, മുന്തിരി ചാറ് അല്ലെങ്കിൽ മുന്തിരി ജ്യൂസ് ഒക്കെ ഒന്ന് കുടിക്കുമ്പോൾ ഒരു ഉന്മേഷം നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ മുന്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വീര്യമുള്ളതായ ഒന്നാണ്. ഒരു പ്രസരിപ്പ് എന്തുവാണ് മുന്തിരി അല്ലെ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ചാറ് കുടിക്കുമ്പോൾ നമുക്ക് ലഭിക്കും ഒരു ഉന്മേഷവും അല്ലെങ്കിൽ നമ്മുടെ ക്ഷീണമൊക്കെ മാറ്റുന്നതാണ് മുന്തിരിക്ക് ഒത്തിരി ഗുണങ്ങൾ ഉണ്ട്. ഒരു ഡോക്ടറോട് ചോദിച്ചാൽ സയന്റിഫിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മുന്തിരിയുടെ ഗുണങ്ങളൊക്കെ എന്തുവാണ് നമുക്ക് ഒത്തിരി വായിക്കുവാനും പഠിക്കുവാനും സാധിക്കും. അതല്ല എൻ്റെ വിഷയം. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ചതുപോലെ തന്നെ ഹല്ലേലൂയ, ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങളെ പൂത്തിരിക്കാതെ മുന്തിരിവളെ നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ച് തരുവീൻ എന്ന് നമുക്ക് കാണുവാൻ. 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായം എടുക്കാം. അവിടെ മുന്തിരിയെ കുറിച്ച് അല്ലെങ്കിൽ മുന്തിരി തോട്ടത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായം അതിന്റെ പല ഭാഗങ്ങൾ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ആ ചാപ്റ്റർ നമ്മൾ വായിക്കുമ്പോൾ അവിടെ 3 കഥാപാത്രങ്ങളെ നമുക്ക് പ്രത്യേകിച്ച് കാണുവാൻ സാധിക്കും. ഒന്ന് ശമര്യയിലെ രാജാവായ ആഹാബ്, അതുപോലെ തന്നെ മറ്റൊരു കഥാപാത്രം തൻ്റെ ഭാര്യയായ ജസബേല്, അതുപോലെ തന്നെ നാബോത്ത് എന്ന് പറയുന്നതായ നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ. 3 വ്യക്തികളെ നമുക്ക് പ്രത്യേകിച്ച് ആ ഭാഗം വായിക്കുമ്പോൾ 3 കഥാപാത്രങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ തൻ്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി, ഹല്ലേലൂയ, തൻ്റെ അവകാശത്തിന് വേണ്ടി മരിച്ച നീതിമാനായ നിഷ്കളങ്കനായ ഒരു നാബോത്ത് എന്ന് പറയുന്നതായ ഒരു ഇസ്രായേലിയൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായ മനുഷ്യന്റെ ചരിത്രമാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ ആദ്യ ഭാഗം വായിക്കാം. 1-ാം വാക്യം വായിച്ചാട്ടെ. അതിന്റെ ശേഷം സംഭവിച്ചത്, ഇസ്രായേലിനായ നാബോത്തിന് ഇസ്രായേലിൽ ശമര്യ രാജാവായ ആഹാബിന്റെ അരമനയുടെ സമീപത്ത് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായി. ഒന്ന് നിർത്താം ഷെറിനെ. അപ്പോഴേ ആ സമീപത്തൊന്നുള്ളതിന് ഒരു അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു കാര്യമായിരിക്കും. കാര്യമേ ഞാനത് വായിച്ചപ്പോൾ ഞാനും അണ്ടർലൈൻ ചെയ്തു. അപ്പോഴേ സമീപത്ത്, അപ്പോൾ ഇവിടെ മിക്കവാറും ആഹാബ് കൊട്ടാരത്തിന് തൻ്റെ പാലസിന് അടുത്തുണ്ടായിരുന്നതായ ഒരു മുന്തിരിത്തോട്ടം ആയിരുന്നത് കൊണ്ട്
എന്നും എന്തുവാണ് ആഹാബ് ഇറങ്ങിപ്പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ എന്തുവാണ് ആഹാബ് കണ്ടുകൊണ്ടിരുന്നതായ ഒരു മുന്തിരിത്തോട്ടമായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ അരമനയുടെ സമീപത്ത് ആയിരുന്നു എന്ന് കാണുവാൻ. അത് ഒരു 500 കിലോമീറ്റർ അകലെയല്ല, അല്ലെങ്കിൽ 1000 കിലോമീറ്റർ അകലെയല്ല, സമീപത്തായിരുന്നതായ ഒരു മുന്തിരിത്തോട്ടത്തെ കുറിച്ച് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ സമീപത്തുണ്ടായിരുന്നായ ഈ മുന്തിരിത്തോട്ടത്തെ എന്തുവാണ് നോട്ടം വെച്ചതായ ഹല്ലേലൂയ കണ്ണു വെച്ചതായ ഒരു ആഹാബിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു കാര്യം ദൈവമക്കളെ ചിന്തിക്കണം, എന്റെയും നിന്റെയും മുന്തിരിത്തോട്ടത്തെ കണ്ണു വെക്കുന്നതായ ഒരു ശത്രു ഉണ്ട്. ആ യാഥാർത്ഥ്യം ഞാനും നീയും മനസ്സിലാക്കി ജീവിക്കണം. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും. അപ്പോൾ തൻ്റെ ഈ ആഹാബിന്റെ അരമനയുടെ സമീപത്തുണ്ടായിരുന്നതായ ഈ മുന്തിരിത്തോട്ടത്തെ എന്തുവാണ് ഈ ആഹാബ് കണ്ടുകൊണ്ട് ഇരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ശത്രു സമീപത്ത് നിന്ന് പ്രവർത്തിക്കും, ചിലപ്പോൾ അകലെ നിന്നും പ്രവർത്തിക്കും. നമുക്കറിയാം അബ്രഹാമും ലോത്തും 13-ാം അധ്യായം ഉൽപ്പത്തി വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നീ ഹല്ലേലൂയ നീ ലെഫ്റ്റ് പോവുകയാണെങ്കിൽ ഞാൻ റൈറ്റ് പോയിക്കോളാം, നീ വലത്തോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കോളാം, നീ ഇടത്തോട്ട് പോവുകയാണെങ്കിൽ ഞാൻ വലത്തോട്ട് പൊക്കോളാം എന്ന് പറഞ്ഞ് രണ്ട് പേരും നെഫ്യൂവും അല്ലെങ്കിൽ അങ്കിളും കൂടെ പിരിയുന്നതായ ഒരു അനുഭവം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. കാര്യം അവർ ഇടയന്മാർ തമ്മിൽ എന്തുവാണ് ശണ്ട ഉണ്ടായി. അപ്പോൾ ഒന്നിച്ചവർക്ക് പോകുവാനായിട്ട് സാധിക്കുന്നില്ല, പിരിഞ്ഞ് പോകുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ലോത്ത് തല ഉയർത്തി എന്തുവാണ് അങ്ങ് സോതം വരെ കണ്ടു. അത് നീരുറവയുള്ളതായ സ്ഥലമെന്ന് തനിക്ക് മനസ്സിലായി എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പതിയെ പതിയെ നമ്മൾ അധ്യായം വായിക്കുമ്പോൾ എന്തുവാണ് ഹല്ലേലൂയ ആ സോതോമിന്റെ അടുത്തേക്ക് എന്തുവാണ് അടുത്തേക്ക് കൂടാരം മാറി മാറി എന്തുവാണ് അടിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ കൂടാരം മാറി മാറി അടിച്ചടിച്ച് എന്തുവാണ് അദ്ദേഹം ഒടുവിലെ സോതോമിൽ എന്തുവാണ് എത്തി, സോതോമിനെ അകത്തെത്തി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞതുപോലെ ശത്രു ചിലപ്പോൾ സമീപത്തു നിന്നും പ്രവർത്തിക്കും, ശത്രു ദൂരെ നിന്നും പ്രവർത്തിക്കും. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വാച്ച്ഫുൾ ആയിരിക്കണം. ശത്രു നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ശത്രു നമ്മുടെ ഇവിടെ ഹല്ലേലൂയ ഇവിടെ ഈ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഈ ആഹാബിന്റെ അരമനയുടെ സമീപത്തായിരുന്നുവെങ്കിലേ നമ്മള് ഈ ഒരു മുന്തിരിത്തോട്ടത്തെ കുറിച്ച് വായിച്ചു ഉത്തമഗീതത്തിലെ ആ മുന്തിരിത്തോട്ടത്തിൽ എന്തുവാണ് അകത്താണ് പ്രശ്നം. അപ്പോൾ സമൂഹത്തിൽ നിന്നും പ്രവർത്തിക്കാം, അകത്തു നിന്നും പ്രവർത്തിക്കാം. നമ്മളെ ചെറു കുറുക്കന്മാരെന്ന് വായിച്ചു. ഒരു ട്രാൻസ്ലേഷൻ ഇരിക്കുന്നത് ഇത് വലിയ 2-4 കാലുള്ളതായ വലിയ ഒരു മൃഗമല്ല, ഒരു ചെറിയ ജീവിയാണ്. ഇത് കടന്നു വന്ന് ഈ ഇലയുടെ അടിയിലാണ് ഇത് വസിക്കുന്നത് എന്ന് പകല് അതിൻ്റെ ഉടയൻ, ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവന് അതിനകത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അല്ലെ മറ്റു ജോലിക്കാര് ജോലി ചെയ്യുന്നത് കൊണ്ട് ഇത് ഇറങ്ങി വരികയില്ല, കാര്യം പകലാണ്. എന്നാൽ രാത്രിയിൽ എന്തുവാണ് നിശബ്ദതയുടെ ഹല്ലേലൂയ മണിക്കൂറുകളിൽ ആരുമില്ലാതിരിക്കുമ്പോൾ ഇരുട്ടിൽ എന്തുവാണ് ഈ ജീവികളെ ഇറങ്ങി ഈ മുന്തിരി വള്ളിയെ എന്തുവാണ് നശിപ്പിക്കും, അല്ലെങ്കിൽ അതിൽ നിന്ന് ജ്യൂസ് എന്തുവാണ് കുടിക്കും. അങ്ങനെ ആ മുന്തിരി വള്ളിയെ നശിപ്പിക്കുന്നതായ ചെറിയ ജീവികളെ കുറിച്ചാണ് ഒരളവിൽ അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഉത്തമഗീതത്തിൽ കണ്ടതായ മുന്തിരി ഹല്ലേലൂയ മുന്തിരിത്തോട്ടത്തിൽ പ്രവർത്തിക്കുന്നത് രാത്രി സമയങ്ങളിൽ എന്തുമാണ് അകത്തു നിന്നാണ് പ്രവർത്തിക്കുന്നത്. ചിലപ്പോൾ ഉടയൻ കടന്നു ചെല്ലുമ്പോൾ ഇതിനെ കാണുകയില്ല, ഇവൻ ഒളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ ആ മുന്തിരിത്തോട്ടത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് പലപ്പോഴും കാണുവാൻ സാധിക്കുന്നില്ല, കാര്യം പകൽ നേരം ഇവന് ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ രാത്രിയിൽ ഇറങ്ങുന്നത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഹല്ലേലൂയ അകത്തു നിന്നും ശത്രുവിന് പ്രവർത്തിക്കാം, സമീപത്തു നിന്നും ശത്രുവിന് പ്രവർത്തിക്കാം, ദൂരെ നിന്നും ശത്രുവിനെ പ്രവർത്തിക്കാം. ആ യാഥാർത്ഥ്യം ഒരിക്കലും നമ്മൾ മറന്ന് പോകല്ലേ. ഹല്ലേലൂയ. ഇവിടെ പറയാണ് സമീപത്ത് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ആഹാബ് നാബോത്തിനോട് നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കുവാൻ തരണം. ഇവിടെ ഒരു നല്ല റിക്വസ്റ്റ് വാസ്തവത്തിലെ ആഹാബ് രാജാവ് ഈ നാബോത്തിന്റെ അടുത്ത് വെക്കുകയാണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വമ്പൻ ഓഫറാ വാസ്തവത്തില് ഈ നാബോത്തിന് കൊടുക്കുന്നത്. കാര്യം താൻ തന്നെ പറയുന്നുണ്ട്, നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ അതിന്റെ വില നിനക്ക് പണമായി തരാം. അപ്പോൾ ഒരു രാജാവ് ആകുമ്പോൾ ഒരു നല്ല വമ്പൻ ഓഫർ അല്ലേ. സാധാരണ അതിന്റെ വിലയേക്കാൾ കൂടുതൽ ചിലപ്പോൾ നാബോത്ത് ചോദിച്ചാൽ എന്തുമാണ് രാജാവ് കൊടുക്കും.
കൊടുക്കും. കാര്യം എങ്ങനെയെങ്കിലും ഈ മുന്തിരിത്തോട്ടം എന്തുവാണ്, ആഹാബിന്റെ ഹൃദയത്തിൽ എന്തുവാണ്, കൈവശമാക്കണം. കാര്യം അവന്റെ കൈ പണമുണ്ട്, അവന് സ്ഥാനമുണ്ട്. ഹല്ലേലൂയ. അവൻ പറഞ്ഞ ചിലതൊക്കെ നടക്കും. അപ്പോഴേ ഓഫർ ചെയ്യാണ്, ഒരു വൻപൻ ഓഫർ. ഇപ്പോഴെ ഒത്തിരി ഓഫർ നമ്മുടെ ഈ ക്രിസ്മസ് ടൈമിലൊക്കെ ഉണ്ടായിരുന്നു. ബ്ലാക്ക് ഫ്രൈഡേയിൽ ഭയങ്കര ഓഫറാണ്. നമ്മൾ ഈ ഓഫറൊക്കെ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങ് വീണു പോകും. കാര്യം 70% എഴുതി വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ 50% എഴുതി വെച്ചിരിക്കുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആയി ചിലപ്പോൾ ഈ വമ്പൻ ഓഫർ കാണുമ്പോൾ നമ്മളങ്ങ് ചാടി ചിലപ്പോൾ നമ്മൾ വീഴും. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒരു വലിയ വമ്പന് ഓഫർ കൊടുക്കുന്നത്, നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ അതിന്റെ വില നിനക്ക് പണമായി തരാം എന്ന് പറഞ്ഞു. നാബോത്ത് ആഹാബിനോട്, ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാന് യഹോവ സംഗതി വരുത്തരുത് എന്ന് പറഞ്ഞപ്പോൾ ഈ ഓഫർ കൊടുത്തുവെങ്കിൽ തന്നെയും ഈ ഓഫർ റിജക്റ്റ് ചെയ്യുന്നതായ നാബോത്തിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ശത്രു എന്ന് പറയുന്നവൻ ഹല്ലേലൂയ പല ഓഫറുമായിട്ട് നമ്മുടെ മധ്യത്തിൽ വരും. ശത്രു എന്ന് പറയുന്നവന് എപ്പോഴും ഓഫർ ചെയ്യുന്നവനാണ്. അവൻ ചിലതൊക്കെ ഓഫർ ചെയ്യും. എന്നാൽ അവന് ഓഫർ ചെയ്യുമ്പോൾ ഹല്ലേലൂയ നമ്മളെ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി ദൈവമക്കൾ എന്തുവാണ് ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നമുക്ക് ഹല്ലേലൂയ അവന്റെ തന്ത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ വാസ്തവത്തിലെ ഈ സംഭവ കഥ നമ്മൾ വായിക്കുമ്പോൾ ശത്രു ഉപയോഗിച്ചതായ പല തന്ത്രങ്ങളുണ്ട്. ഒന്നാമത്തെ തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, വമ്പൻ ഓഫർ, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രലോഭനം. ഈ നാബോത്തിനെ വാസ്തവത്തിൽ പ്രലോഭിക്കുന്ന രീതിയിലാണ് ഈ ഓഫർ കൊടുക്കുന്നത്. കാര്യം എന്തുവാണ്, ഞാൻ അതിന് പകരം പണം തരാം, ഇല്ലെങ്കിൽ എന്തുവാണ്, നിനക്ക് മറ്റൊരു മുന്തിരിത്തോട്ടം തരാം. ആ ഓഫർ കേട്ട് കഴിഞ്ഞാൽ ചാടി വീണു പോകും. അപ്പോൾ ഒരു പ്രലോഭനമാണ് വാസ്തവത്തിൽ എന്തുവാണ് ഇവിടെ നാബോത്തിന് കൊടുക്കുന്ന. പ്രിയമുള്ളവരെ, ശത്രു പലപ്പോഴും പ്രലോഭനങ്ങളുമായി നമ്മുടെ അടുത്ത് വരുന്നവനാണ് എന്നുള്ളതായ യാഥാർത്ഥ്യം ദൈവമക്കളെ ഒരിക്കലും മറക്കല്ലേ. പലരെയും എന്തുവാണ് അങ്ങനെ പ്രലോഭനങ്ങളുമായിട്ട് കടന്നു എന്നതായ സംഭവങ്ങള് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നുണ്ട്.